ഫ്രണ്ട്സ്, TCS ടെക്കിൻ്റെ പുതിയ നിങ്ങൾക്ക് ഞാൻ ഉബുണ്ടു അല്ലെങ്കിൽ കമാൻഡ്സിനെ കുറിച്ച് വീഡിയോ ആണ്. തിരക്കും ഇഷ്യൂസും ഉള്ളത് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ കമാൻഡ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഉള്ള ഫുൾ ഡയറക്ടറീസ് ആണ് കാണുന്നത്. ഈ കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹിഡൻ ഫയൽസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഈ ഹിഡൻ ഫയൽസ് ഇട്ടിട്ട് ഹിഡൻ ഫയൽസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഡോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫോൾഡേഴ്സ് ആണ് നമ്മൾ ഹിഡൻ ആയി കിടക്കുന്ന ഫോൾഡേഴ്സ്. നമ്മൾ മാനുവലി ചിലത് നമ്മളുടെ പാക്കേജസ് ഉണ്ടാവും, അതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജസ് അതിൻ്റെയൊക്കെ ഫയൽസ് ചിലത് ഹിഡൻ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില ഫയൽ ഇതാണിത്. അപ്പോൾ നമ്മളുടെ ഇതിനകത്ത് ഏതെങ്കിലും അൺവാണ്ടഡ് ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു കമാൻഡ് വഴി അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് lsplk എന്ന് പറയുന്നൊരു കമാൻഡാണ്. ആദ്യ കമാൻഡ് ഒന്ന് ഉണ്ട്. അപ്പോൾ ഈ കമാൻഡിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഹാർഡ് ഡ്രൈവ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസുകൾ പാർട്ടീഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ NVMe ആണ് ഇതിനകത്തുള്ള ഹാർഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഫയൽ 12 ആണ്. അപ്പോൾ ഇതുപോലുള്ള നമ്മളുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ്, പെൻ ഡ്രൈവോ ഹാർഡ് ഡ്രൈവോ അങ്ങനെ എന്തെങ്കിലും പ്ലഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമാൻഡിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ വേറെ കമാൻഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കമാൻഡ് എന്ന് പറയുന്നത് uname -a. അപ്പോൾ ഈ കമാൻഡ് അടിക്കുമ്പോൾ കിട്ടുന്ന കേർണൽ വേർഷൻ, നമ്മളുടെ സിസ്റ്റം ആർക്കിടെക്ചർ ഏതാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കമാൻഡിൽ കിട്ടുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കേർണൽ വേർഷൻ 8 ആണ് നമ്മൾ യൂസ് പറയുന്നത്. 64 ബിറ്റ്സ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു കമാൻഡിൽ കിട്ടുന്നത്. ഓക്കെ, അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് ഹിസ്റ്ററി എന്നൊരു കമാൻഡാണ്. ഹിസ്റ്ററി അടിക്കുമ്പോൾ കിട്ടുന്നത് നമ്മൾ റീസെൻ്റ്ലി ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കമാൻഡ്സും ഇതിനകത്തുനിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ അടിച്ച നേരത്തെയുള്ള -LA അങ്ങനെയുള്ള കുറേ കമാൻഡ്സ് നമുക്ക്, അത് 259 കമാൻഡ്സ് ഞാൻ റീസെൻ്റ്ലി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാണാൻ പറ്റും. അറൗണ്ട് ഞാൻ ഈ സിസ്റ്റം റീസെൻ്റ്ലി ഫോർമാറ്റ് ചെയ്തായിരുന്നു. ആ റീസെൻ്റ് ചെയ്തത് ഫോർമാറ്റ് ചെയ്തത് മുതലുള്ള കമാൻഡ്സ് ഹിസ്റ്ററിയിൽ കിടപ്പുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലും എൻ്റർ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കിൽ എന്നൊരു കമാൻഡാണ്. ഈ കിൽ എന്ന കമാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോസസ്സിംഗ് സ്റ്റോപ്പ് ചെയ്യാനുള്ള, അതിന് നമുക്ക് പ്രോസസ്സിംഗ് ID ആവശ്യമായിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ സിസ്റ്റം മോണിറ്ററിൽ നിന്ന് നമുക്കത് എടുക്കാവുന്നതാണ്. ഇവിടെ ഈ കാണിക്കുന്നതാണ് ഇതിൻ്റെ പ്രോസസ് ID എന്ന് പറയുന്നത്. നമുക്കിതിലൊരു ഓപ്ഷൻ മാത്രം ക്ലോസ് ചെയ്യാം. ഫയൽസ് മാത്രമാണ് റൺ ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്.
ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ID എന്ന് പറയുന്നത് 2682 ആണ്. നമുക്കതൊന്ന് കിൽ ചെയ്ത് നോക്കാം. 26 കിൽ പ്ലസ് നമ്മുടെ പ്രോസസ്സിംഗ് ID എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ആ പ്രോസസ്സിംഗ് ID ഇവിടുന്ന് ഡിസേബിൾ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഒരു 5 കമാൻഡ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എക്സൈറ്റിംഗ് വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. CCS Tech ഓൾ കേരള ലെവലിൽ CCTV ആൻഡ് IT ഇൻഫ്രാസ്ട്രക്ചർ റീഡിസൈനിങ് ആൻഡ് ഇൻസ്റ്റാളേഷൻ എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ടെക്നിക്കൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെർവേഴ്സ് ആയാലും സിസ്റ്റംസ്, സ്വിച്ചസ്, റൗട്ടേഴ്സ്, ഫയർവാൾസ് എല്ലാത്തിൻ്റെയും കോൺഫിഗറേഷൻ സപ്പോർട്ട് CCS Tech നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ചാനൽ ജോയിൻ ചെയ്തോ അല്ലെങ്കിൽ വഴിയോ ഇമെയിൽ വഴിയോ നമ്മളത് ഉത്തരവാദിത്വം ചെയ്തു തീർക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ